ഇന്ത്യയിൽ നിന്നും ആദ്യഘട്ടത്തിൽ വന്ന തീർത്ഥാടകർ മദീന വഴിയാണ് പുണ്യഭൂമിയിലെത്തിയത്. 52,000-ഓളം തീർത്ഥാടകരാണ് ഹജ്ജിന് മുമ്പ് മദീന സന്ദർശനം നടത്തിയത്. അവരുടെ മടക്കയാത്ര നാളെ മുതൽ ആരംഭിക്കും. ജിദ്ദ വിമാനത്താവളം വഴിയാണ് ഇവരുടെ യാത്ര. കൊൽക്കത്ത, ഗയ എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് നാളെ യാത്രയാവുക. ഹാജിമാർക്ക് 5 ലിറ്റർ സംസം വെള്ളം അവരുടെ നാട്ടിലെ വിമാനത്താവളത്തിൽ വെച്ച് വിതരണം ചെയ്യും. വിമാന കമ്പനികൾ ഇത് നേരത്തെ തന്നെ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. അതേസമയം ജിദ്ദ വിമാനത്താവളം വഴി ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിനെത്തിയ 48,000-ഓളം തീർത്ഥാടകർ മദീന സന്ദർശനം പൂർത്തിയാക്കിയാണ് നാട്ടിലേക്ക് മടങ്ങുക. പ്രവാചക നഗരിയിലെ 8 ദിവസത്തെ താമസത്തിനു ശേഷം മദീന അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയാണ് ഇവർ നാട്ടിലേക്ക് തിരിക്കുക. ഔറംഗാബാദിൽ നിന്നുള്ള ആദ്യ സംഘം നാളെ വൈകുന്നേരത്തോടെ മദീനയിലെത്തും. ബസ് മാർഗം മദീനയിലെത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാവിധ ഒരുക്കങ്ങളും മദീന ഇന്ത്യൻ ഹജ്ജ് മിഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെ തീർത്ഥാടകരുടെ മദീന യാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യാത്ര രാവിലെയോ വൈകിട്ടോ ആയിരിക്കും. ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് വളണ്ടിയർ ക്യാപ്റ്റൻ മീഡിയ വണിനോട് പറഞ്ഞു. ചൂട് കാരണം യാത്ര രാത്രിയാക്കണമെന്ന് മുദവ്വിഫുമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 20-നാണ് കോഴിക്കോടേക്കുള്ള ആദ്യ വിമാനം. അതേസമയം കേരളത്തിൽ നിന്നുള്ള ഭൂരിഭാഗം സ്വകാര്യ ഹാജിമാരുടെയും മദീന സന്ദർശനം ഹജ്ജിന് മുമ്പ് അവസാനിച്ചതാണ്. അവരുടെ മടക്കയാത്ര വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും. റബീഹ് മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ.